പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് കൂടുതൽ വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. രാജു ചിലമ്പലി. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടി എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഓയിൽ, വാട്ടർ ഒക്കെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡെയിലി ചെയ്യണോ വേണ്ടേ എന്നൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ യൂറോ 6 വാഹനങ്ങൾക്കൊക്കെ ഫുള്ള് ലൈറ്റുകളാണ്. സിഗ്നൽ വാണിംഗ് ലൈറ്റുകളുണ്ടാവും, മീറ്റർ ബോർഡിൽ തന്നെ വാണിംഗ് ലൈറ്റുകളുണ്ടാവും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കുറവ്, ഓയിലോ വെള്ളമോ ബ്രേക്ക് ലൈനറോ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമുക്കതിൽ സിഗ്നൽ ലൈറ്റുകൾ കത്തും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കണം എന്നില്ല, കാരണം ഓൾറെഡി അതിൽ കാണാൻ കഴിയും. പക്ഷേ എന്നാലും നമ്മൾ നോക്കിയത് കൊണ്ട് കുഴപ്പമില്ല. അത് ഏറ്റവും കമ്മിയായി ലൈറ്റ് കത്താളൊരു ഇട വരുത്തേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് നോക്കുന്നതല്ല, കാലിയായിട്ടാണല്ലോ ലൈറ്റ് കത്തുക. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ടോപ്പപ്പ് ചെയ്യാണ് നല്ലത്. അപ്പോൾ എപ്പോഴും നോക്കേണ്ട ആവശ്യമില്ല. അതേമാതിരി തന്നെ യൂറോ 6 വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ, പേപ്പറുകളൊക്കെ സൂക്ഷിക്കുമല്ലോ, അതേപോലെ തന്നെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് കാറ്റലോഗ്. വണ്ടി എടുക്കുമ്പോൾ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന കാറ്റലോഗ് അത് എപ്പോഴും നമ്മുടെ വാഹനത്തിൽ വളരെ വൃത്തിയായി സൂക്ഷിക്കണം. കാരണം പുതിയ ടെക്നോളജി, പുതിയ ഈ വാണിംഗ് ലൈറ്റുകൾ കത്തുമ്പോൾ എന്താണ് ഈ ലൈറ്റ് കത്തുന്നത് എന്നുള്ളത് നമുക്കൊരിക്കലും നോക്കിക്കഴിഞ്ഞാൽ പുതിയൊരു ഡ്രൈവർക്ക് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയി വന്നാൽ കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ യൂറോ 6 ഇറങ്ങിയിട്ട് അധികം കാലമില്ലല്ലോ. അപ്പോൾ എന്തൊരു കാരണവശാലും ഈ കാറ്റലോഗ് നമുക്ക് നിർബന്ധമായി നമ്മുടെ വാഹനത്തിൽ വേണം. അപ്പോൾ നമ്മളൊരു ലൈറ്റ് കത്തുമ്പോൾ ഈ കാറ്റലോഗ് എടുത്തിട്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാരണത്താലാണ് ഈ ലൈറ്റ് കത്തുന്നത് എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. അത് നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കി എന്താണോ ചെയ്യേണ്ടത്. ഇപ്പോൾ വെള്ളം കുറവാണെങ്കിൽ വെള്ളം ടോപ്പപ്പ് ചെയ്യുക, അത് കൂളൻ്റാണ്. ഓയിലാണെങ്കിൽ അത്, ലൈനറാണെങ്കിൽ ലൈന്, ബ്രേക്ക് ലൈനർ മാറ്റിയടിക്കുക. എന്താണോ കംപ്ലൈൻറ്റ് അത് നമ്മൾ ക്ലിയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പുതിയ വാഹനങ്ങൾ. അത് ബസ് എന്നുള്ളതല്ല, ഏത് ചെറിയ വാഹനം തൊട്ട് വലിയ ഇപ്പോൾ യൂറോ 6 വാഹനങ്ങൾക്കെല്ലാം, കാറാണെങ്കിലും ശരി, ബസ്സാണെങ്കിലും ശരി, ലോറി ആണെങ്കിലും ശരി, ഏത് വാഹനമാണെങ്കിലും കാറ്റലോഗ് നിർബന്ധമായി കയ്യിൽ വയ്ക്കുക. ഒഴിവുള്ള സമയം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. ഓരോ ലൈറ്റുകൾ, വാണിംഗ് ലൈറ്റ് എന്തിനൊക്കെയാണെന്നുള്ളത്. പിന്നെ കാറ്റലോഗ് കുറേ കഴിയുമ്പോൾ നമുക്ക് ഇല്ലെങ്കിലും നമുക്കറിയാം ഇന്നത് കാരണം കൊണ്ടാണ് ലൈറ്റ് കത്തുന്നത്. അപ്പോൾ അത് പഠിഞ്ഞു വരാൻ താമസം എടുക്കും. അത്രയും വാണിംഗ് ലൈറ്റുകളുള്ളതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ഈ കാറ്റലോഗ് കയ്യിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. വളരെ വൃത്തിയായിട്ട് ആ വാഹനം ഉള്ള കാലം വരെ അത് വേണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യം പറഞ്ഞു തരാനാണ് വന്നത്. പിന്നെ കഴിഞ്ഞ ഇതിലൊരു ചോദിച്ചിരുന്നു, നമ്മുടെ ബസ്സിന് 2 സ്ഥലത്ത് ഓയിൽ ചേക്കണം. അപ്പോൾ അത് എവിടെയാണെന്നുള്ളത് ആൻസർ ചെയ്യാൻ പറഞ്ഞത് കുറേ പേര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഈ ബസ്സിന് 3 ബാറ്ററി ഉണ്ട്. 3 ബാറ്ററി ഉള്ളത്. അപ്പോൾ ഈ 3 ബാറ്ററി ഈ ബസ്സിന് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒന്ന് ആരെങ്കിലും അറിയിച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. രാജു ചിലമ്പലി.